നേരത്തെ വഴക്കിന് ശേഷം അന്ന് രാത്രിയിൽ ഫോണിൽ അവൾ എന്നോട് അവസാനമായി ചോദിച്ചു, ഞാൻ എന്താ ചെയ്യണ്ടേ? കാത്തിരിക്കണോ? വീട്ടിൽ ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം. പക്ഷേ നീ എന്നോട് പറയണം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. നീ നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യേ എന്ന് ഞാൻ പറഞ്ഞു. കുറച്ചു നേരത്തേക്ക് മറുപടി ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഫോൺ വെച്ചു. അത് ഞങ്ങളുടെ അവസാന സംഭാഷണമായിരുന്നു. അവൾ പിന്നീട് എന്നോട് സംസാരിച്ചിട്ടില്ല, ഞാൻ അവളോടും. അധികം വൈകാതെ അവളുടെ കല്യാണം ഉറപ്പിച്ചെന്ന് കൂട്ടുകാരിൽ ആരോ ഒരാൾ പറഞ്ഞറിഞ്ഞു. കേട്ടപ്പോൾ വിഷമമൊന്നും തോന്നിയില്ല. പിന്നീട് അവളുടെ വിവാഹം കഴിഞ്ഞെന്നും അറിഞ്ഞു. 6 കൊല്ലം സ്നേഹിച്ച പെണ്ണാണ്. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. സുഖത്തിലും സന്തോഷത്തിലും ഒരുമിച്ചുണ്ടായിരുന്നു. അവളാണ് പോയത്. ജീവിതത്തിലെ ഒരു അധ്യായം അവിടെ തീർന്നു. വർഷങ്ങൾ കഴിഞ്ഞു. വീണ്ടും കണ്ടുമുട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പക്ഷേ വീണ്ടും കാണേണ്ടി വന്നു അവളെ. ഒരു പക്ഷേ ദൈവത്തിന്റെ തീരുമാനം അതായിരുന്നിരിക്കും. ദുബായ് യാത്ര കഴിഞ്ഞ് എയർപോർട്ടിൽ വെച്ച് അവളെ വീണ്ടും കണ്ടു. ആ മുഖം, ആ കണ്ണുകൾ പരിചയമുണ്ടായിരുന്നതുപോലെ തോന്നി. ഓർത്തെടുക്കാൻ കുറച്ച് നിമിഷങ്ങൾ വേണ്ടി വന്നു. ഇന്ന് അവളുടെ ചുറ്റിലും ആളുകളുണ്ട്. അവരെല്ലാം അവളോട് ഓരോന്ന് ചോദിക്കുന്നു. പലതിനും ചിരി മാത്രമായിരുന്നു അവളുടെ മറുപടി. പെട്ടെന്ന് ആ കണ്ണുകൾ എൻ്റെ നേരെ വന്നു. കുറച്ചു നേരം എന്നെ തന്നെ നോക്കി നിന്ന ശേഷം അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. കുറച്ചു നേരം എൻ്റെ കണ്ണിലേക്ക് നോക്കി നിന്ന ശേഷം അവൾ പറഞ്ഞു, വീണ്ടും കണ്ടുമുട്ടുമെന്ന് അറിയില്ലായിരുന്നു. ജീവിതം എങ്ങനെ? ഞാൻ പതിയെ ഒന്ന് ചിരിച്ചു. കുറച്ചു നേരം ഞങ്ങൾ ഒന്നും മിണ്ടാതെ നിന്നു. അവൾ പറഞ്ഞു, ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടാകും. എഴുത്തുകാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിനുവേണ്ടി വന്നതാണ്. ഞായറാഴ്ച തിരിച്ചു പോകും. ഒന്ന് കാണാൻ പറ്റുമോ നാളെ വൈകിട്ട്? പണ്ട് നമ്മൾ മിക്കവാറും കാണാറുള്ള സ്ഥലത്ത്, ബീച്ചിൽ. അവളിൽ നിന്നും അങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. വിട പറഞ്ഞ് അവൾ പോകുമ്പോഴും അവൾ പറഞ്ഞത് കേട്ടുണ്ടായ ഞെട്ടൽ മാറിയില്ല. വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോഴും അവൾ തന്നെയായിരുന്നു മനസ്സിൽ. പിറ്റേ ദിവസം രാവിലെ ഉറക്കമെഴുന്നേറ്റപ്പോൾ അവളെ കാണണോ വേണ്ടയോ എന്നായിരുന്നു ചിന്ത. മനസ്സിന് വല്ലാത്തൊരു തേങ്ങൽ. ഒടുവിൽ ഏറെ ചിന്തിച്ച് ഞാൻ ഒരു തീരുമാനമെടുത്തു. അവളെ കാണണം. പണ്ട് തന്റെ ആരൊക്കെയോ ആയിരുന്നവൾ. വർഷങ്ങൾക്ക് ശേഷം ഉള്ളിൽ ഒരുപാട് തീക്കനൽ എരിച്ച് ദൈവം അവളെ വീണ്ടും കാട്ടിത്തന്നു. വീണ്ടും കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പോകാം. വൈകുന്നേരം അവളുമായി പിരിഞ്ഞതിൽ പിന്നെ ഈ ബീച്ചിൽ വന്നിട്ടില്ല. വർഷങ്ങളായി എന്നും കാണാറുള്ള ഒരു സ്പോട്ടുണ്ട് ആ ബീച്ചിൽ. ഒരു കസേരയുടെ രൂപത്തിലുള്ള ഒരു പാറക്കല്ല് അവിടെ ഉണ്ടായിരുന്നു. അത് ലക്ഷ്യമാക്കി ഞാൻ നടന്നു. അവിടെ ഒരാൾ കടലിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്ത് ചെന്നപ്പോഴേക്കും എനിക്ക് മനസ്സിലായി അത് അവളാണെന്ന്. അവളോടൊപ്പം അവിടെ ചെന്ന് ഞാൻ നിന്നു. വരില്ല എന്നാ ഞാൻ ഓർത്തേ, അവൾ പറഞ്ഞു. വരാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല, ഞാൻ മറുപടി പറഞ്ഞു. അവൾ ഒന്ന് ചിരിച്ചു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൾ പറഞ്ഞു, ഞാനിവിടെ ആദ്യം തിരഞ്ഞത് ഈ കല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാനും. അവൾ തുടർന്നു, എല്ലാം അന്നത്തെ പോലെ തന്നെ ഇരിക്കുന്നു. കടലിന് അതേ ശാന്തത, ആകാശത്തിന് അതേ ചുവപ്പ്. ഇച്ചിരി മാറ്റമുള്ളത് ഈ കല്ലിനാണ്. മേലെ പായൽ പിടിച്ചിരിക്കുന്നു, ഓർമ്മകൾക്ക് തുരുമ്പ് പിടിക്കുന്ന പോലെ. ഞാൻ ചിരിച്ചു. നീ ശരിക്കും ഒരു എഴുത്തുകാരിയായി മാറി. നിന്റെ സംസാരം പോലും ഒരുപാട് മാറി. കാണാനും മാറി. ജീൻസ് പോയി സാരിയായി. നീ ഒരുപാട് മാറി എല്ലാം കൊണ്ടും. അവൾ എൻ്റെ നേരെ തല തിരിച്ചു നോക്കി. ഇപ്പോൾ എന്താ വിളിച്ചേ? നീ നീ എന്നെ ആരെങ്കിലും നീ എന്ന് വിളിച്ചു കേട്ടിട്ട് വർഷങ്ങളായി. കേട്ടിട്ടുള്ളത് മീര, മേഡം, എഡോ, താൻ എന്നീ വിളികളാണ്. അല്ലെങ്കിലും എന്നോട് അത്രയ്ക്ക് അടുപ്പം ആർക്കെങ്കിലും തോന്നിയാലല്ലേ നീ എന്ന് വിളിക്കൂ. കുറച്ചു വർഷങ്ങളായി എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആരുമില്ല. അവൾ സാരിയുടെ തുമ്പെടുത്ത് പുതച്ചിരുന്നു. കടൽ തീരത്തെ ആ കാറ്റിൽ അലസമായി പാറിക്കളിച്ച അവളുടെ മുടി അവൾ കൈവിരലുകൾ കൊണ്ട് മാടിയൊതുക്കി വെച്ചു. വല്ലാത്തൊരു സൗന്ദര്യം ആ പോക്കുവെയിലിൽ അവൾക്ക് നൽകിയിരുന്നു. അവളുടെ കണ്ണിൽ കടലിൽ താഴാൻ പോകുന്ന സൂര്യനെ പലപ്പോഴും ഞാൻ കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, ഭാര്യ? ഞാൻ പറഞ്ഞു, വീട്ടിലുണ്ട്, ആനി, ഒരു മോളുണ്ട്. അവൾ ചോദിച്ചു, എന്താ മോളുടെ പേര്? ഞാൻ പറഞ്ഞു, സാറ. അവൾ, സാറ അവൾക്ക് തരാൻ ഇപ്പോൾ? ഇല്ല, ഒന്നുമില്ല. അവളെ കാണാൻ ആരെ പോലെയാ? ഞാൻ പറഞ്ഞു, എന്നെ പോലെയാ. അവൾ, ഓ, അപ്പോൾ മെലിഞ്ഞിട്ടായിരിക്കുമല്ലേ? ഇരുനിറമുള്ള പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഞാൻ പറഞ്ഞു, അവൾക്ക് ആനിയുടെ നിറമാണ്. കുറച്ച് നിമിഷം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ഭർത്താവ് എന്തു ചെയ്യുന്നു? അവൾ പറഞ്ഞു, അറിയില്ല. ഞാൻ അത്ഭുതത്തോടെ, അതെന്താ? അവൾ പറഞ്ഞു, അറിയില്ല, അത്ര തന്നെ. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അവൾ തുടർന്നു, തമ്മിൽ കണ്ടിട്ടും മിണ്ടിയിട്ടും ഏതാണ്ട് 1 വർഷമായി. എൻ്റെ എഴുത്തു ജീവിതം പുള്ളിയുടെ ബിസിനസ് ജീവിതത്തിനായി മാറ്റിവെക്കാൻ പറഞ്ഞു. കഴിഞ്ഞില്ല. കഴിഞ്ഞ വർഷത്തെ അവാർഡ് കൂടി കിട്ടിയപ്പോൾ പുള്ളി പറഞ്ഞു, കെട്ടും പാണ്ഡവും എടുത്ത് സ്ഥലം വിട്ടോ എന്ന്.
നിയമപരമായി മാത്രമേ ഇനി ബന്ധം മുറിക്കാനുള്ളൂ. മനസ്സുകൊണ്ട് എന്നേ അത് മുറിച്ചു കഴിഞ്ഞു. തമാശ രൂപേണ അവൾ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ പിടഞ്ഞത് എൻ്റെ നെഞ്ചാണ്. അവളുടെ ഈ അവസ്ഥയ്ക്ക് ഞാനും കാരണക്കാരനാണ്. ഞാൻ അവളോട് ചോദിച്ചു, അന്നെന്തേ എനിക്ക് വേണ്ടി കാത്തിരിക്കാതെ പോയി? കടലിൽ താഴാൻ പോകുന്ന സൂര്യനെ നോക്കി അവൾ പറഞ്ഞു, മറ്റാരേക്കാളും നന്നായി ഈ മനസ്സ് എനിക്കറിയാമായിരുന്നു അന്നൊക്കെ. നിനക്കിഷ്ടമുള്ളത് ചെയ്യേ എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കാത്തിരിക്കേണ്ട എന്നായിരുന്നു അതിൻ്റെ അർത്ഥമെന്ന്. നിനക്ക് ബാധ്യത ആയില്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് ഞാൻ ബാധ്യത ആവുമെന്ന് മനസ്സിലായി. മറ്റൊരാളെ വിവാഹം കഴിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തി. ദൈവമേ, എന്തവസ്ഥയാണിത്! ശരിയാണ്, അന്നവൾ കാത്തിരിക്കണോ എന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ കാത്തിരിക്കണ്ട എന്ന് പറയാൻ തന്നെയായിരുന്നു മനസ്സിൽ. 6 കൊല്ലം സ്നേഹിച്ച പെണ്ണിനോട് അങ്ങനെ പറയാൻ മനസ്സ് അനുവദിക്കാത്തതുകൊണ്ടാണ് നിനക്കിഷ്ടമുള്ളത് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ അവളെ പോറ്റാൻ പറ്റിയ അവസ്ഥയില്ലായിരുന്നു. ഒരുപാട് നേടാനുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പ്രതീക്ഷിച്ചതിലും ഒരുപാട് നേരത്തെ എനിക്ക് നേടാൻ കഴിഞ്ഞു. പക്ഷേ അവളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരുന്നു എന്ന് മാത്രം. എല്ലാം നേടിയപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും വിലപ്പെട്ടത് ഞാൻ നഷ്ടപ്പെടുത്തി. ഇന്ന് അവളുടെ ജീവിതം അവൾക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഞാനാണ് അതിന് കാരണക്കാരൻ. പ്രായശ്ചിത്തമായി എനിക്ക് എന്താണ് അവൾക്ക് നൽകാൻ കഴിയുക? ഒരു ജീവിതം? ഇല്ല, സാധിക്കില്ല. ഞാനിന്നൊരു ഭർത്താവാണ്. എനിക്കൊരു മോളുണ്ട്. പിന്നെ എന്താ ഞാൻ ചെയ്യണ്ടേ? ഞാൻ ചിന്തിച്ചു. ഞങ്ങളുടെ മൗനത്തിനും എൻ്റെ ചിന്തകൾക്കും അപ്പോൾ കടൽ തിരമാലകൾ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരുന്നു. ഉള്ളിൽ ഉയർന്ന തേങ്ങലോടെ ഞാൻ അവളെ വിളിച്ചു, മീരേ. അവൾ പറഞ്ഞു, വേണ്ട, ഇപ്പോൾ ആ മനസ്സിലെന്താണെന്ന് എനിക്കറിയാം. വേണ്ട, എനിക്ക് പരാതിയോ പരിഭവങ്ങളോ ഇല്ല. എൻ്റെ ജീവിതം ഞാൻ തിരഞ്ഞെടുത്തതാണ്. അതിൽ നീ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ പതിയെ പോകുക. ഇനി ഇവിടെ നിന്നാൽ ഞാൻ പഴയ മീരയാവും. അത് വേണ്ട. ആ പഴയ മീരയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നവർ ഒക്കെ ആ പഴയ മീരയോടൊപ്പം മരിച്ചു. മീര പഴയ മീര ആയാലും ആ ആളുകൾക്ക് പഴയ ആളുകളാവാൻ സാധിക്കില്ല, കഴിയില്ല. അത് ശരിയല്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി. അതിനാണ് ഈ പഴയ സ്ഥലത്ത് വരാൻ പറഞ്ഞത്. വന്നു, കണ്ടു, സംസാരിച്ചു. അത് മതി. ഈ അസ്തമയ സൂര്യനെ സാക്ഷിയാക്കി എനിക്ക് ഈ മനോഹര സായാഹ്നം സമ്മാനിച്ചതിന് നന്ദി. പോകട്ടെ. ഇതും പറഞ്ഞ് സാരിയുടെ തുമ്പെടുത്ത് പുതച്ചുകൊണ്ട് അവൾ ആ കടൽ തീരത്തു കൂടി നടന്നു നീങ്ങി. എനിക്കെന്തൊക്കെയോ അവളോട് പറയാനുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞില്ല. ഒരു പൊട്ടായി എൻ്റെ കണ്ണിൽ നിന്നും മറയുന്നതുവരെ അവളെ ഞാൻ നോക്കി നിന്നു. മാസങ്ങൾക്ക് ശേഷം എന്നെ തേടി ഒരു കൊറിയർ വന്നു ഓഫീസിൽ. പൊട്ടിച്ചു നോക്കി. ഒരു ബുക്കാണ്. അസ്തമയ സൂര്യൻ, മീര. വായിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ സംഭവങ്ങളും അവൾ കഥ ആക്കിയിരുന്നു. കഥാപാത്രങ്ങളുടെ പേര് മാത്രം വ്യത്യാസം. എനിക്ക് കാണാൻ കഴിയാതെ പോയ അവളുടെ മനസ്സ് സഞ്ചരിച്ച പല തലങ്ങളെയും കുറിച്ച് അവൾ എഴുതിയിരിക്കുന്നത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. ഒടുവിൽ അന്ന് ആ ബീച്ചിൽ അസ്തമയ സൂര്യനെ സാക്ഷിയാക്കി അവൾ മറയുന്നതും വിവരിച്ച് കഥയുടെ അവസാന വാക്കു കുറിക്കുമ്പോൾ എൻ്റെ കണ്ണിലെ അവസാന കണ്ണുനീർത്തുള്ളിയും ആ പുസ്തകത്തിൽ ഇറ്റുവീണിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും ഉയർന്ന ഒരു വാക്ക് തേങ്ങലായി ചെവിയിൽ അലയടിച്ചു. മാപ്പ്, മാപ്പ്.